അപ്പോൾ ഇത് നമ്മുടെ മോഡ് 6 റിപ്പിൾ അപ്പ് കൗണ്ടർ ആയിരുന്നു. മോഡ് 6 എന്ന് പറയാൻ കാരണം ഇതിന്റെ കൗണ്ടിങ് സീക്വൻസിൽ 6 സ്റ്റേറ്റുകളെ ഉള്ളൂ. അതുകൊണ്ട് 6 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റുകളെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് മോഡ് 6 കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിപ്പോ മോഡ് 5 ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ കൗണ്ടിങ് സീക്വൻസിൽ 5 ഡിഫറെന്റ് സ്റ്റേറ്റ്സുകളെ പാടുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് ഇതിനെ മോഡിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഡീക്കേഡ് കൗണ്ടർ ഡിസൈൻ ചെയ്യാം. ഡീക്കേഡ് കൗണ്ടർ. ഓക്കെ, ഡീക്കേഡ് കൗണ്ടർ. ഡീക്കേഡ് എന്ന് പറഞ്ഞാൽ 10 സ്റ്റേറ്റ് ഉള്ള ഒരു കൗണ്ടർ, ബൈനറി അപ്പ് കൗണ്ടർ നമുക്ക് ഡിസൈൻ ചെയ്യണം. 10 സ്റ്റേറ്റ് ഉള്ള ബൈനറി അപ്പ് കൗണ്ടർ. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? We want a decade counter, decade asynchronous binary up counter. How many flip flops you require? Yes. ഒരു ആൻസർ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞേ. ഡീക്കേഡ് കൗണ്ടർ, ദാറ്റ് മീൻസ് 10 ഡിഫറെന്റ് സ്റ്റേറ്റ് ഉള്ള കൗണ്ടർ. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? ഡീക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 10 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉള്ള കൗണ്ടർ, ബൈനറി അപ്പ് കൗണ്ടർ ആണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? ഓക്കെ, ഈ 10 ഡീക്കേഡ് കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ് എന്തായിരിക്കും? ഒന്ന് എഴുതി നോക്കൂ നിങ്ങൾ. ഡീക്കേഡ് കൗണ്ടർ, that is a counter which is having 10 different states in its counting sequence. What will be the states? You just write down the states. States on edu. ഹലോ, ആ സ്റ്റേറ്റുകൾ എഴുതൂ. ഡീക്കേഡ് കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ്. ആ സ്റ്റേറ്റുകൾ എഴുതിയിട്ട് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം, മാക്സിമം കൗണ്ട് എത്രയായിരിക്കും ഡീക്കേഡ് കൗണ്ടറിന്റെ? ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 00. യെസ് യെസ് ചന്ദന, ഇറ്റ്സ് സോ മാക്സിമം കൗണ്ട് ഈസ്, എനിക്ക് ആകെ ഇതുവരെ 2 ആൻസറേ കിട്ടിയുള്ളൂ. ഒന്ന് അതിലിന്റെയും ചന്ദനയും. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ചിന്തിക്കൂ. അല്ല, നിങ്ങളും കൂടെ എഴുതിയിട്ടല്ലേ മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഒന്ന് എഴുതൂ. ഡീക്കേഡ് കൗണ്ടറിന്റെ കൗണ്ടിങ് സീക്വൻസ്. ബേസിൽ അനക്കില്ല. ഫർഹയില്ലേ? ഹലോ ഫർഹ, ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. എന്താണ് എല്ലാവരും വെറുതെ ലോഗിൻ ചെയ്തിട്ട് എവിടെ പോയിരിക്കുകയാണോ? ഫർസീന, ഇതൊന്നും ഇവിടെ ഇല്ല.
അർജുൻ രവീന്ദ്രൻ ഇപ്പൊ ഇതേ പോവുകയും ചെയ്ത്. അർജുൻ ആദ്യം ലോഗിൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വീഡിയോ മിക്കവാറും അർജുനായിരിക്കും പോകുന്നത്. ഹൃദുൽ or റിഷാദ്. Yes. Okay, Rishad. Maximum count is 1001. Okay. Maximum count is 1001. So decade counter ഇതാണ് കൗണ്ടിങ് സീക്വൻസ്. 0 എന്ന് വെച്ചാൽ 0 ക്ലോക്ക് പൾസിൽ 0 ആയിരിക്കും. പിന്നെ ക്ലോക്ക് പൾസ് കിട്ടി തുടങ്ങും. ഫസ്റ്റ് ക്ലോക്കിൽ 1 ആവും, 2 ആവും, അങ്ങനെ അങ്ങനെ പോയി മാക്സിമം കൗണ്ട് 1001 എത്തും. 1001 എത്തുമ്പോൾ അത് വീണ്ടും തിരിച്ച് 0യിലേക്ക് വരും. ഇതാണ് ട്രൂത്ത് ടേബിൾ. ഇവിടെയൊക്കെ തെറ്റുണ്ട്. ട്രൂ ടേബിൾ അല്ല, ട്രൂത്ത് ടേബിൾ ആണ്. Once the counter comes to 10, all the flip-flops are being cleared. Only Q1 and Q3 are used to decode the. അപ്പോൾ നമുക്കിവിടെ 1010 കൗണ്ട് ആണ് ഡിറ്റക്ട് ചെയ്യേണ്ടത്. 1010 കൗണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് ക്ലിയർഡ് ആക്കണം. കാരണം 1001 എന്ന കൗണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വേണം. അപ്പോൾ ആ കൗണ്ട് അവിടെ നിന്നേ പറ്റൂ. അതിന്റെ തൊട്ടടുത്ത കൗണ്ട് വരുമ്പോൾ, കൗണ്ട് എത്തിയാൽ ആ ഇൻസ്റ്റന്റിൽ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ക്ലിയർഡ് ആവണം. അതാണ് വേണ്ടത്. ഞാൻ ഡയഗ്രാം കാണിക്കാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കൂ. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാക്സിമം കൗണ്ട് ഇതാണ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. അത് നിങ്ങൾ എഴുതി. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. 4 JK ആണ് യൂസ് ചെയ്യുന്നത് വയ്ക്കുക. 4 JK ആൻഡ് വിത്ത് ഡയഗ്രാം. ഓക്കെ, ഡയഗ്രാം ഈസ് നോട്ട് റെഡി. ഐ വിൽ ഷോ യു ദ ഡയഗ്രാം. ഓക്കെ, 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ച് ഡിസൈൻ ചെയ്യൂ. ഡീക്കേഡ് കൗണ്ടറിൽ നെഗറ്റീവ് എഡ്ജ്ഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ച് നിങ്ങൾ അസിൻക്രണസ് ഡീക്കേഡ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നു എന്ന് വയ്ക്കുക. വരയ്ക്കൂ സർക്യൂട്ട് ആയിട്ട്. വൺ മോർ, ഒരു കണ്ടീഷനും കൂടെ പറയണേ. ആക്റ്റീവ് ലോ ക്ലിയർ നല്ല വരയ്ക്കാൻ പറ്റും. ശരി. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. നെഗറ്റീവ് എഡ്ജ്ഡ് JK ആണ്. നെഗറ്റീവ് എഡ്ജ്ഡ് JK വിത്ത് ആൻ ആക്റ്റീവ് ലോ ക്ലിയർ. അങ്ങനെയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് ഒരു ഡീക്കേഡ് കൗണ്ടർ, അസിൻക്രണസ് ഡീക്കേഡ് കൗണ്ടർ എങ്ങനെ വരയ്ക്കും എന്നാണ് ചെയ്യേണ്ടത്. Hope you have drawn the circuit. ഇതാണ് സർക്യൂട്ട്. An asynchronously clocked decade counter with asynchronous recycling. ഇവിടെ ചില വാക്കുകളൊക്കെ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും
അതിലേക്ക് തിരിച്ചു വരുന്നു. അത് മതി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നോക്കൂ, ആക്റ്റീവ് ലോ ക്ലിയർ, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ്. സോ ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 0, ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, 2, 3. ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 can external clock. So this toggles for every negative edge of the flip flop. കാരണം ഇതാ ക്ലോക്ക് കൊടുത്തു. ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 toggles for every negative edge of the clock. കണ്ടോ, നെഗറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്കിൽ അത് ടോഗിൾ ചെയ്യും. Then this Q0 is working as the clock of flip flop 1. So flip flop 1 will toggle for every negative transition of Q0. So whenever Q0 makes a negative transition, Q1 will change. Q1 will toggle. Okay, Q1 അങ്ങനെയാണ് ടോഗിൾ ചെയ്യുന്നത്. ഇനി this Q1 is the clock for flip flop 2. So Q2 will toggle. ഇപ്പൊ കാരണം Q2 ടോഗിൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ ജെയും കെയും ഒക്കെ ഓൾറെഡി ഒരുമിച്ച് ടൈ ചെയ്ത് ഹൈ കൊടുത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ മോഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആക്റ്റീവ് ക്ലോക്ക് കിട്ടേണ്ട താമസം ടോഗിൾ ചെയ്യും. അപ്പോ Q2 will toggle for every 1 to 0 transition of Q1. Q1ന്റെ നോക്കൂ, 1 to 0 ട്രാൻസിഷൻ. ഫസ്റ്റ് Q1ന്റെ ഇവിടെ നിന്ന് തുടങ്ങിയാൽ Q1ന്റെ ഫസ്റ്റ് 1 to 0 ട്രാൻസിഷൻ വരുന്ന ഇവിടെ ആണോ? അല്ല, ഇവിടെ 0 to 1 ട്രാൻസിഷനാണ്. ഇവിടെയാണ് ഫസ്റ്റ് 1 to 0 ട്രാൻസിഷൻ വരുന്നത്, റൈറ്റ്? അപ്പോ ഈ 1 to 0 ട്രാൻസിഷനിൽ ഇവിടെ ആ 1 to 0 ട്രാൻസിഷനിലേക്ക് കണ്ടോ, ഇവിടെ Q2 ടോഗിൾ ചെയ്തു, 0-ലായിരുന്നു ടോഗിൾ ചെയ്ത് 1 ആയി. പിന്നെ Q2ന്റെ അടുത്ത 1 to 0 ട്രാൻസിഷൻ എവിടെ വരുന്നത്? Q0 Q1. Q1ന്റെ അടുത്ത 1 to 0 ട്രാൻസിഷൻ എവിടെ വരും? ദാ ഇവിടെ തുടങ്ങിയ പിന്നെ ഇവിടെ 1 to 0 വരുന്നുള്ളൂ. സോ അവിടെ മാത്രമേ Q2 പിന്നെ ടോഗിൾ ചെയ്യുള്ളൂ. കാരണം ദിസ് ഇസ് ദ ആക്റ്റീവ് ക്ലോക്ക് ഫോർ Q2. സോ അവിടെ മാത്രമേ ടോഗിൾ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് വേവ് ഫോം വരയ്ക്കാൻ എങ്ങനെ ടോഗിളിംഗ് നോക്കി വരച്ചു പോവാം. എന്നിട്ട് നമുക്ക് കൗണ്ട് വേവ് ഫോം നോക്കി കൗണ്ട് എഴുതിപ്പോവാം. ഇനി Q2 ആണ് Q3 അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് 3യുടെ ക്ലോക്ക് എന്ന് പറയുന്നത് Q2 ആണ്. സോ Q3 will toggle for every 1 to 0 transition of Q2. Q2ന് 1 to 0 ട്രാൻസിഷൻ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഈ ഇത്രയും 10 ഇൻപുട്ട് ക്ലോക്ക് സൈക്കിളിൽ കൂടുതൽ എടുത്ത വരുമായിരിക്കും. 1 to 0 ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് Q3 ടോഗിൾ ചെയ്യുന്നത് അവിടെ മാത്രമേ Q3 ടോഗിൾ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ Q3 ടോഗിൾ ചെയ്തു. ഇനി നമുക്ക് ഓരോ ക്ലോക്ക് പൾസിലും ഈ ക്യൂസിന്റെ Q0, Q1, Q2, Q3 അതിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അത് ലോജിക് 0-ലാണോ ലോജിക് 1-ലാണോ എന്നുള്ളതനുസരിച്ച് നമുക്ക് കൗണ്ടറിന്റെ കൗണ്ട് സീക്വൻസ് എഴുതി പോവാം. നോക്കൂ, ഇനിഷ്യലി എവറിത്തിങ് 0. സോ ദ കൗണ്ട് വിൽ സ്റ്റാർട്ട് ഫ്രം 0, 0, 0, 0. ആഫ്റ്റർ ദ ഫസ്റ്റ് ക്ലോക്ക് പൾസ്, കാരണം ആഫ്റ്റർ ഒരു ഇഫക്റ്റീവ് ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആഫ്റ്റർ ദ ഫസ്റ്റ് ക്ലോക്ക് പൾസ് it is 0, 0, 0, 1. After the second clock pulse, it is 0, 0, 1, 0. After the third, it is 0, 0, 0, 0, 1, 1. Third clock pulse in the third in the active edge ഇവിടെ വന്നു, pulse actually end ചെയ്യുന്നത് ഇവിടെയാണ്. It is 0, 0, 1, 1. Fourth-ലെ 1 in the 1 fourth clock pulse-ൽ എന്താവും വരിക? 0, 1, 0, 0. ഫിഫ്ത്ത് ക്ലോക്ക് ആക്റ്റീവ് എഡ്ജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പോയിന്റിൽ എന്ത് വരും? 0, 1, 0, 1. സിക്സ്ത് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ 0, 1, 1, 0. സെവൻത് ക്ലോക്ക് കഴിയുമ്പോൾ 0, 1, 1, 1. എയ്ത്ത് ക്ലോക്ക് കഴിയുമ്പോൾ നോക്കൂ 1, എയ്ത്ത് ക്ലോക്ക് കഴിയുമ്പോൾ 1, 0, 0, 0. നയൻത് ക്ലോക്കിൽ എന്തായി? 1, 0, 0, 1. 1, 0, 0, 1 ആയി. ഇനി 10th ക്ലോക്ക് കഴിയുമ്പോൾ 10th ക്ലോക്കിൽ എന്താവും? 10th ക്ലോക്കിൽ അത് 1, 0, 1-ലേക്ക് ആവാൻ 1, 0, 1-ലേക്ക് ആവാൻ നോക്കുമ്പോൾ തന്നെ ഒരു 1, 1 വന്ന കാരണം ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആവുകയും ആ 0 വരുന്ന കാരണം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ക്ലിയർഡ് ആവുകയും ചെയ്യും. അതാണ് ഇവിടെ നോക്കൂ, Q3 1-ലായിരിക്കുന്ന Q3 ക്ലിയർഡ് ആകുമ്പോൾ 0-ലേക്ക് പോവും. മറ്റേത് Q2 ഓൾറെഡി 0 ആയിരുന്നു.
Q1 ആണ് ഇവിടെ ഒരു ഗ്ലിച്ച് എന്ന് പറയുന്നത് 1ലേക്ക് ആവാൻ നോക്കും, പക്ഷെ അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് അത് ക്ലിയർഡ് ആവുന്നതുകൊണ്ട് അത് 0ലേക്ക് വരും. അപ്പൊ ജസ്റ്റ് ഒരു അങ്ങനെ ഒരു എഡ്ജ് മാത്രം വരും. അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്ലിച്ച് എന്ന് കാണിച്ചിരിക്കുന്നത്. ദർ ഇസ് എ ഷാർപ്പ് എഡ്ജ് കമ്മിങ് ദർ. ദെൻ Q0യും 0യിലേക്ക് പോകും. സോ വിൽ ഗെറ്റ് ദ കൗണ്ട് ലൈക്ക് ദിസ്. 1001 കഴിഞ്ഞ് ഇവിടെ ഒരു ഗ്ലിച്ച് കഴിഞ്ഞിട്ട് all the flip flops will be cleared and again the count sequence will start. Okay, that's it. Circuit diagram, timing diagram. Timing diagram is also important. നിങ്ങൾ correct ആയി timing diagram വരച്ചാൽ നിങ്ങൾക്ക് സർക്യൂട്ട് മനസ്സിലായി എന്നാണ് അർത്ഥം. വരച്ചു നോക്കൂ, നിങ്ങൾ തന്നെ വരയ്ക്കും. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് റെഫറൻസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം ഈ ഫിഗറിലേക്ക് നോക്കൂ. അങ്ങനെ ഒന്ന് വരയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആകെ ഓർക്കേണ്ട എങ്ങനെയാണ്, ഫോർ എവറി ആക്റ്റീവ് ക്ലോക്ക് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ടോഗിൾ. അത് മനസ്സിൽ വെച്ചിട്ട് ആക്റ്റീവ് ക്ലോക്ക് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ടോഗിൾ. അത് മനസ്സിൽ വെച്ചിട്ട് എവിടെയാണ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആക്റ്റീവ് ക്ലോക്ക് വരുന്നത് അതനുസരിച്ച് വരച്ചു പോയാൽ മതി. വരയ്ക്കാൻ പറ്റിയോ? വരച്ചു കഴിഞ്ഞോ? അതോ ഒന്നുകൂടെ കാണിക്കണോ? എന്തെങ്കിലും ഒരു ആൻസർ പറയേ. വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. Anyone please give an answer. Yes or no? Okay, അറ്റൻഡൻസും കൂടെ ഒന്ന് പറഞ്ഞോ. 1, 2 present. Then 3 അദ്വൈത് ഇല്ല. അജീബ് ഉണ്ട്. ഓക്കെ. 5 ഇല്ല. 6 7 ഇല്ല. 8 അപർണ ഇന്ന് എന്തത് ഓൺ ചെയ്ത് വെച്ച് പോയിരിക്കുകയാണോ? നേരത്തെ വിളിക്കുമ്പോഴും കാണാനില്ല.
ഓക്കെ, അഭിഷേകിനെ കണ്ടു. 11 12 ഇല്ല. 13 അർജുൻ. അടുത്തത് അർജുൻ ഇല്ല. അശ്വിൻ രാജ്. നമ്പർ 15 ഇല്ല. 16 17 ഓക്കെ. അതിൽ 18 ബേസിൽ ഇല്ല. 19 20 ഇല്ല. 21 ഇല്ല. 22 ഇല്ല. 23 24 25 ഇല്ല. 26 27 ഓക്കെ. 28 29 നവീൻ. ഓക്കെ. 30 32 33 33 യെസ് നിതിൻ. 33 34 34 ഇല്ല. 35 35 35 36 40 36 ഇല്ല. 37 ഇല്ല. 39 ഇല്ല. 40 ഓക്കെ. 40 41 42 സിദ്ധാർത്ഥ് ഇല്ല. ശ്രീഷ്മ 43 44 44 45 46 ഇല്ല. വൃന്ദ 47 48 ആദ്ര ഉണ്ട് മോളില് കണ്ട്. ഞാൻ ഈ അർജുനെ വിളിക്കുമ്പോ അർജുൻ ഒരു ടൈപ്പിംഗ് മാത്രമാണ് കണ്ടത്. അർജുൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ. അർജുൻ നേരത്തെ ലോഗിൻ ചെയ്ത് മൈക്ക് ഇറങ്ങിപ്പോയോണ്ട് ഇപ്പോഴത്തെ ക്ലാസ് വീഡിയോ മിക്കവാറും അർജുൻ ആയിരിക്കും ഓണർ. എനിക്ക് എഡിറ്റ് പെർമിഷൻ തരണം, എന്നാലേ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ കേട്ടാ. ഇറങ്ങിപ്പോയിട്ടില്ലല്ലോ. ഞാൻ അപ്പൊ തൊട്ട് ഞാൻ കേറുമ്പോ അർജുനെ കണ്ടു. അപ്പൊ അർജുൻ ഞാൻ കുറെ തവണ വിളിച്ചു. അപ്പൊ ഒന്നും ഒരനക്കവും ഇല്ലായിരുന്നു. അയ്യോ. ഇത്രേ ഉള്ളൂ കേട്ടാ. ക്ലാസ് വീഡിയോ മിക്കവാറും ഇന്നത്തെ ഈ സെഷന്റെ ക്ലാസ് വീഡിയോ മിക്കവാറും അർജുൻ ആദ്യം ലോഗിൻ ചെയ്യുന്നവർക്ക് വരുന്നത്. അർജുൻ ആയിരിക്കും ആ വീഡിയോ വരിക. അപ്പോ എഡിറ്റ് പെർമിഷൻ തന്ന് എനിക്കൊന്ന് സെൻഡ് ചെയ്യണം എന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ശരി. ഋതുൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോ നമ്മളെ ഡിക്കേഡ് കൗണ്ടർ വരച്ചു അല്ലേ? ഡിക്കേഡ് കൗണ്ടർ മനസ്സിലായോ? അപ്പൊ മോഡ് 12 കൗണ്ടർ വരയ്ക്കാൻ പറഞ്ഞ ഓക്കെ. ആദ്ര മാർക്ക് ചെയ്തു. മോഡ് 12 ഞാൻ ഡിക്കേഡ് കൗണ്ടർ മോഡ് 12 കൗണ്ടർ. സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു ഡിസൈൻ എ മോഡ് 12 കൗണ്ടർ. മോഡ് 12 കൗണ്ടർ വരയ്ക്കാൻ വന്ന മോഡ് 12 കൗണ്ടറിന്റെ if it is a binary up counter, what is the maximum count of a mode 12 counter? Maximum count type ചെയ്യൂ. 10. അപർണ ഈ നമ്പർ ആണ് പറയുന്നെങ്കിൽ അത് ഞാൻ ഇവിടെ ചെയ്തു. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യൂ. If you are asked to design a mode 12 counter and if it is a binary up counter, what is the maximum count of a mode 12 up counter?
ഉം. ഉം. ഒരാളുടെ ഇത് കിട്ടിയുള്ളൂ. ബൈനറിയിൽ ഒന്ന് ടൈപ്പ് ചെയ്യേ ചന്ദന. ഡെസിമൽ ഓക്കെ. യെസ് അതുൽ. 2 ആൻസറേ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവര് ഓക്കെ. യെസ്. ആ ആ യെസ്. ഓക്കെ. മോഡ് 12 കൗണ്ടറിന് അപ്പോൾ 0 ടു യെസ് 1011 വരെ കൗണ്ട് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഓക്കെ അജീബ് 1011. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ സർക്യൂട്ടിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്തും? നമ്മൾ ഡി കെ കൗണ്ടർ പോലത്തെ ഒരു സർക്യൂട്ട് ആണെങ്കിൽ 1100 വരുമ്പോൾ റീസെറ്റ് ചെയ്യണം. അപ്പൊ അതനുസരിച്ച് കണക്ഷൻ കൊടുക്കണം. 1100 വരുമ്പോൾ റീസെറ്റ് ചെയ്യേണ്ട പോലെ. ഓക്കെ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ മനസ്സിലാവാത്ത. ആതിര മനസ്സിലായോ? അതോ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒരു ആൻസർ ടൈപ്പ് ചെയ്. Do you want any further explanation or everything clear? Okay. Okay. So, asynchronous decade counter. അപ്പോൾ ഇതുപോലെ asynchronous counters ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ asynchronous counters നമ്മൾ പല മോഡ് 8 2ന്റെ പവറായിട്ട് മോഡുലസ് വരുന്ന അസിൻക്രണസ് കൗണ്ടേഴ്സ് സബ് കൗണ്ടേഴ്സ് നോക്കി. 2ന്റെ പവർ മോഡുലസ് 2n അല്ലാതെ വരുന്ന കൗണ്ടേഴ്സ് നോക്കി. ഡൗൺ കൗണ്ടർ നമ്മൾ ഒരെണ്ണമേ ഡൗൺ കൗണ്ടർ നോക്കി. ആകെ വ്യത്യാസം ഡൗൺ കൗണ്ടറിന്റെ നമ്മൾ ഇനിഷ്യലി പ്രീസെറ്റ് ചെയ്ത് മാക്സിമം കൗണ്ടിൽ നിന്ന് തുടങ്ങുന്നതാണ്. സോ ഡൗൺ കൗണ്ടറും അത് നോക്കി. ഇനി നമുക്ക് ഒരു അപ്പ് ഡൗൺ കൗണ്ടറും കൂടെ നോക്കാം. കൗണ്ടർ വിച്ച് ക്യാൻ count up and down. ഒന്നുകിൽ നമ്മുടെ കൺട്രോൾ സിഗ്നൽ അനുസരിച്ച് either it can count up or it can count down. അതാണ്. This is the diagram. ഇവിടെ ഇപ്പൊ നോക്കൂ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇത് വെച്ചിട്ട് ഒന്നുകിൽ ക്യൂ അല്ലെങ്കിൽ അടുത്തതിൽ ക്യൂ ബാർ ആണ് ഇതിലേക്ക് ചെയ്യുന്നത്. ഇതൊരു 3-bit അപ്പ് ഡൗൺ കൗണ്ടർ ആണ്. സോ സീക്വൻസ് I think decade. Okay, this in certain application a counter must be able to count both up and down. The circuit above is a 3-bit up down counter. It counts up or down depending on the status of the control signals up and down. When the up signal is 1 and the down signal is 0, the NAND network between flip-flop 0 and flip-flop 1 will gate Q to flip-flop 0. നോക്കൂ, ഇതില് ഇപ്പൊ ഈ ഡയഗ്രാം ഇത് പല വിധത്തിൽ നമുക്ക് വരയ്ക്കാം. ഇത് കംപ്ലീറ്റ്ലി നാൻഡ് ഇൻ ബിറ്റ്വീൻ നാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് കോൺഫിഗറേഷൻ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പ് ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൗണ്ടിങ് സീക്വൻസ് എഴുതുക. അപ്പ് കൗണ്ടിന്റെ സീക്വൻസ് എഴുതുക, ഡൗൺ കൗണ്ടിന്റെ സീക്വൻസ് എഴുതുക. I think I'll write it here and explain. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അപ്പ് കൗണ്ടിന്റെ സീക്വൻസ് ആണെങ്കിൽ 000 തുടങ്ങി നെക്സ്റ്റ് സീക്വൻസ് 001. നിങ്ങളൊന്ന് എഴുതു 010. നിങ്ങൾ എഴുതി പോവും. 3-bit ആണെന്ന് വയ്ക്കും.
വേണ്ട. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഡൗൺ കൗണ്ടർ ആണെങ്കിൽ യു സ്റ്റാർട്ട് ഫ്രം ഹിയർ. സോ ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. ആദ്യം എഴുതിയും തുടങ്ങും. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ 1 1 1, then next 1 1 1 0, then 1 1 1 0 1, then 1 0 0, then 0 0 1 1, then 0 1 0, then 0 1 0 കഴിഞ്ഞാൽ പിന്നെ 0 0 1, then 0 0 0. ഓക്കെ, അപ്പോൾ ഇത് അപ്പ് കൗണ്ടറിന്റെ സീക്വൻസും ഇത് ഡൗൺ കൗണ്ടറിന്റെ സീക്വൻസും. ഇനി ഇവിടെയും ഇത് നോക്കൂ നിങ്ങൾ. LSB toggles for, ഇവിടെ ഒരു കൗണ്ട് കൊടുത്തു. LSB toggles for every clock pulse. പിന്നെ അതിന്റെ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് ടോഗിൾ ചെയ്യുന്നതിലാണ്. ഇവിടെയും LSB toggles for every clock pulse. നെക്സ്റ്റ് സാധനം ടോഗിൾ ചെയ്യുന്നത് ഇവിടെ ഡൗൺ കൗണ്ട് ആണെങ്കിൽ 0 to 1 ട്രാൻസിഷനിലാണ് അതിന്റെ അടുത്ത ബിറ്റ് ടോഗിൾ ചെയ്യുന്നത്. അപ്പ് കൗണ്ടിലാണെങ്കിൽ 1 to 0 ട്രാൻസിഷനിലാണ് നെക്സ്റ്റ് ബിറ്റ് ടോഗിൾ ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നോക്കൂ. MSB ടോഗിൾ ചെയ്യുന്നത് അതിന്റെ തൊട്ട് താഴത്തെ ബിറ്റ് ഡൗൺ കൗണ്ട് ആണെങ്കിൽ 0 to 1 ട്രാൻസിഷനും അപ്പ് കൗണ്ട് ആണെങ്കിൽ 1 to 0 ട്രാൻസിഷനുമാണ്. ഇതനുസരിച്ചാണ് ഒന്നുകിൽ ഈ പ്രീവിയസ് LSB ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അല്ലെങ്കിൽ തൊട്ട് പ്രീസീഡിങ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഐദർ Q or Q ബാർ ആണ് അടുത്തതിന്റെ ക്ലോക്കായി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വെറും ആൻഡും ഓറും വെച്ചാൽ നമുക്ക് ഇവിടെ ആൻഡിന് പകരം ഐദർ Q or Q ബാർ. നമ്മൾ ഇവിടെ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയ കാരണം ഈ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ നോക്കൂ. ഇവിടെയാണെങ്കിൽ 1 to 0, ഇവിടെ നോക്കൂ 0 to 1 ട്രാൻസിഷൻ വേണം ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ നെഗറ്റീവ് എഡ്ജും ആയതുകൊണ്ട് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0 to 1 ട്രാൻസിഷൻ ട്രിഗർ ചെയ്യിപ്പിക്കണമെങ്കിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ എന്ത് വേണം? Q ബാർ എടുത്ത് അടുത്തതിന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പായി കൊടുക്കണം. അപ്പോൾ ഡൗൺ കൗണ്ടില് Q ബാറും അപ്പ് കൗണ്ടില് Q. അതാണ് ആൻഡ് ഓർ ലോജിക്ക് വെച്ച് ചെയ്യുന്നത്. ഇവിടെ ആൻഡ് ഓർ ലോജിക്കിന്റെ ഇക്വലന്റ് നാൻഡ് ലോജിക് ആയതുകൊണ്ടാണ് അപ്പ് കൗണ്ടിന് Q ആണ് അടുത്തതിന്റെ ക്ലോക്ക്. അതുകൊണ്ടാണ് ആ കൗണ്ടിങ് സീക്വൻസ് ചെക്ക് ചെയ്തിട്ടാണ് ഏത് ഐദർ ക്യൂവിന്റെ ട്രാൻസിഷൻ ആണോ Q ബാറിന്റെ ട്രാൻസിഷൻ ആണോ വേണ്ടത് എന്നുള്ള അനുസരിച്ചാണ് നമ്മൾ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് കൊടുക്കുന്നത്. അത് മാത്രമാണ് വ്യത്യാസം. അപ്പൊ അപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും അത് തന്നെ കൊടുക്കും. ഡൗൺ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. സോ അതനുസരിച്ചിട്ടാണ് ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ഇതാണ് നമ്മുടെ അപ്പ് കൗണ്ട് തന്നെ 0 1 ഇങ്ങനെ കൗണ്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യണം. ഡൗൺ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൗണ്ട് പ്രോഗ്രസ് ചെയ്യണം. അപ്പൊ അതിനെങ്ങനെയാണ് കൊടുക്കേണ്ടത്? യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഐദർ Q or Q ബാർ. കാരണം ഇവിടെ നോക്കൂ, ഈ ഒരു കേസിൽ 1 to 0 ട്രാൻസിഷൻ ഓഫ് Q ആണ് ട്രിഗർ ചെയ്യേണ്ടത്.
ഇപ്പൊ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് അപ്പ് കൗണ്ടിന് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ 1 0 ആണെങ്കിൽ ക്യൂ ഡയറക്ട്ലി കൊടുത്താൽ മതി. ഡൗൺ കൗണ്ടിനാണെങ്കിൽ നെഗറ്റീവ് ട്രാൻസിഷൻ 0 to 1 ട്രാൻസിഷൻ ആണ് ട്രിഗർ ചെയ്യേണ്ടത്. അപ്പോൾ അത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എങ്ങനെ കൊടുക്കും, അതൊക്കെ അപ്പോൾ ക്യൂ ബാർ കൊടുക്കണം. സോ അതനുസരിച്ചിട്ടാണ് ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി ഈ സർക്യൂട്ടാണ് ഏത് ആക്റ്റീവ് എഡ്ജ് അടുത്തതിൻ്റെ ക്ലോക്കായി വരണം എന്നും അതുകൊണ്ട് കൗണ്ട് അപ്പ് ചെയ്യണോ ഡൗൺ ചെയ്യണോ എന്നും തീരുമാനിക്കുന്നത്. കൗണ്ട് അപ്പ് ആണോ ഡൗൺ ആണോ എന്നുള്ളത് ഇനീഷ്യലി ഈ സീക്വൻസ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ ഡയഗ്രാം വരയ്ക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. ഇവിടെ നോക്കൂ, അപ്പ് ഡൗൺ കൗണ്ടർ 3 ബിറ്റ് ആണ്, അതുകൊണ്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് മതി. പിന്നെ നമ്മളൊരു കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്യുന്നു, അപ്പും ഡൗണും. ഇവിടെ 2 സെപ്പറേറ്റ് കൺട്രോൾ സിഗ്നൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആക്ച്വലി സർക്യൂട്ട് കുറച്ചുകൂടി എളുപ്പമായി. ഒരു സിംഗിൾ കൺട്രോൾ സിഗ്നൽ വെച്ച് നമുക്ക് U/D ബാർ അല്ലെങ്കിൽ അപ്പ് കൗണ്ട് ചെയ്യാൻ നമ്മൾ ലോജിക് 1 കൊടുക്കുകയും ഡൗൺ കൗണ്ട് ചെയ്യാൻ ലോജിക് 0 കൊടുക്കുകയും ചെയ്താൽ വർക്ക് ചെയ്യുന്ന സർക്യൂട്ടും ഉണ്ട്, 3 ബിറ്റ് അപ്പ് ഡൗൺ കൗണ്ടർ. അപ്പോൾ ഞാൻ അത് നിങ്ങളൊന്ന് വരച്ചു നോക്ക്, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് 2 ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് രണ്ടും എൻ്റെ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ET ലാബിൽ തന്നെ ഇട്ടേക്കാം. അത് വരച്ചിട്ട് നിങ്ങൾ തിങ്ക് ബെറ്റർ ഞാൻ ET ലാബിൽ ഇടാം. ET ലാബിൽ എന്നിട്ട് നിങ്ങളൊന്ന് വരച്ചിട്ടൊന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പം എന്നിട്ട് ഞാൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് കോപ്പി ചെയ്യണ്ട, ആക്ച്വലി നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുക തന്നെ വേണം. കാരണം കൗണ്ടേഴ്സ് ഒക്കെ ഇതൊക്കെ നമ്മുടെ ബേസിക് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഫങ്ഷനിങ് നമുക്ക് അറിയണം. അതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. ഞാൻ പല ട്യൂട്ടോറിയലിലും കണ്ടു, ആദ്യത്തെ ട്യൂട്ടോറിയലിലൊക്കെ വളരെ കുറച്ച് പേരാണ്, ഒരു 10 പേരിൽ ഒക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇത് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത്രയും ആ ഒരു 10-15 പേർക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാത്തവരും കൂടെ ഒന്ന് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ അപ്പൊ അസിൻക്രണസ് കൗണ്ടേഴ്സിൽ അപ്പ് കൗണ്ടേഴ്സ് ഉണ്ട്, ഡൗൺ കൗണ്ടേഴ്സ് ഉണ്ട്, 2n മോഡുലസ് വരുന്ന കൗണ്ടേഴ്സ് ഉണ്ട്, മോഡ് 2n അല്ലാത്ത കൗണ്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെയുണ്ട് അസിൻക്രണസ് കൗണ്ടേഴ്സ്. ഇനി കുറച്ച് ചെറുതായി പോയില്ലേ ഇത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസിൻക്രണസ് കൗണ്ടേഴ്സ് ഇതൊക്കെയാണ്. Propagation delay is severe for larger mode of counters, especially at MSB. കാരണം ഇത് പറയണമെന്നില്ല. ഡിക്കേഡ് കൗണ്ടറിന്റെ ഈ സർക്യൂട്ട് എടുക്കൂ. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ ഇതിന് ക്ലോക്ക് കിട്ടി, ഇതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്ത് എന്നിട്ട് അത് വന്ന് ഇതിന് ക്ലോക്കായിട്ട്, പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തിട്ട് അത് വന്നിട്ട് വേണം ഇതിന്റെ ക്ലോക്ക്. അപ്പൊ MSBയിലേക്ക് എത്തുമ്പോഴേക്കും നല്ലോണം, MSB അല്ലേ ഇത്, അപ്പൊ നമ്പർ ഓഫ് ബിറ്റ് കൂടി വരുന്നതോറും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സും കൂടുമല്ലോ. അപ്പോൾ നല്ലവണ്ണം പ്രൊപ്പഗേഷൻ ഡിലേ വരും. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് asynchronous counters. Propagation delay is severe for larger mode of counters, especially at the MSB. Existence of glitch is inevitable for mode not equal to 2n counters. കാരണം നമ്മൾ ഗേറ്റ്സ് വെച്ച് ഒരു കൗണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്ലിച്ച് വരും, കാരണം ഔട്ട്പുട്ട് നാച്ചുറലി അടുത്തതിലേക്ക് ടോഗിൾ ചെയ്യാൻ നോക്കും, പിന്നെ ക്ലിയർ ഇൻപുട്ട് അതിനെ ഫോഴ്സിബിളി 0 ആക്കുകയാണ് ചെയ്യുന്നത്. സോ ദർ ഈസ് എക്സിസ്റ്റ് ഗ്ലിച്ച്. Then another is cannot design random counters. എന്നുവെച്ചാൽ ഒരു ഓർഡറിലേ പറ്റൂ. റാൻഡം കൗണ്ടറിന്റെ എക്സാമ്പിൾ ഇതാണ്, 5 6 7 2 3 1 5 6 7 2 3 1. ഇങ്ങനെ ഒരു സീക്വൻസ് പറ്റൂല അസിൻക്രണസിൽ. 5 6 7 ആണെങ്കിൽ പിന്നെ 5 6 7 5 6 7 അങ്ങനെ തന്നെ കൗണ്ട് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനമേ പറ്റുള്ളൂ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ, ഐദർ അപ്പ് ഓർ ഡൗൺ. ഇങ്ങനെ ഒരു റാൻഡം കൗണ്ടേഴ്സ് അതിനെ നമ്മൾ സീക്വൻസ് ജനറേറ്റേഴ്സ് എന്ന് പറയുക. സോ റാൻഡം സീക്വൻസ് ജനറേറ്റേഴ്സ് ഇസ് നോട്ട് പോസിബിൾ വിത്ത് അസിൻക്രണസ് കൗണ്ടേഴ്സ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്
ഈസി ടു ഡിസൈൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത പോലെ അതിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ കൗണ്ടിങ് സീക്വൻസ് നോക്കി നമ്മൾ കണക്ഷൻ എങ്ങനെ കൊടുക്കുമെന്ന് തീരുമാനിക്കും. So design, actually it is not, there is no design involved, it's only our logical connections. So that is the only advantage of asynchronous counters. They are easy to design, but these are the disadvantage. Propagation delay, that is the main disadvantage. Glitch and random counting is also not possible. Okay, so we will go for synchronous counters. Synchronous counters-ilum counting sequence ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ നമ്മുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. ആൻഡ് ക്ലോക്ക് ഈസ് സൈമൾട്ടേനിയസ്ലി അപ്ലൈഡ് ടു ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ഓഫ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടേഴ്സ്. എന്താണ് ഡിഫറൻസ്? അസിങ്ക്രണസ് കൗണ്ടേഴ്സിന് ക്ലോക്ക് സൈമൾട്ടേനിയസ് അല്ല, സിങ്ക്രണസ് കൗണ്ടേഴ്സിന് ക്ലോക്ക് സൈമൾട്ടേനിയസ് ആണ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ഒരേ സമയമാണ് ക്ലോക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇൻ നെക്സ്റ്റ് ക്ലാസ് വിൽ സി സിങ്ക്രണസ് ബൈനറി കൗണ്ടേഴ്സ്. അപ്പോൾ അസിങ്ക്രണസ് കൗണ്ടേഴ്സിൽ ഇനി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ എന്നൊക്കെ ഉള്ളവർക്ക് ചോദിക്കണം. Otherwise, nothing is there for clarification, then you can leave. ലീവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ റെക്കോർഡിംഗ് നിർത്താം, എന്നിട്ടൊരു കാര്യം പറയട്ടെ.